ഹായ് ഓൾ. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന മാജിക്. ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും നിറയുമ്പോൾ നാം മറന്നുപോകുന്നൊരു കാര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ. നമ്മിൽ എത്ര പേർ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരാണ്? നന്ദിയുടേതായൊരു മനോഭാവം ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. പകരം നാം കാണുന്നത് പ്രശ്നങ്ങൾ മാത്രമാണ്. ഈ പ്രശ്നങ്ങൾ ഒരു കാർമേഘം പോലെ നമ്മുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഈ കാർമേഘത്തെ എന്നേക്കുമായി മാറ്റാനുള്ളൊരു മാർഗ്ഗമാണ് ഗ്രാറ്റിറ്റ്യൂഡോടെ ജീവിക്കുന്നത്, അതായത് നന്ദിയോടെ ജീവിക്കുക എന്നത്. ലളിതമായി പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാറ്റിനെയും വിലമതിക്കുകയും അവയോർത്ത് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നതൊരു ഇമോഷണൽ മസിൽ ആണ്. മസിലിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. വ്യായാമം ചെയ്യുന്തോറും അത് കൂടുതൽ ശക്തിയുള്ളതായി മാറും. അതുപോലെ ഈ ഇമോഷണൽ മസിലും നിരന്തരമായ ഉപയോഗം കൊണ്ട് കൂടുതൽ ശക്തിയുള്ളതാകും. നാം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ ഡോപ്പാമിനും സെറാട്ടോണിനും പുറപ്പെടുവിക്കും. ഈ രണ്ട് പ്രധാന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ആണ് നമുക്ക് സന്തോഷം തരുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദിയുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം എപ്പോഴും നിറഞ്ഞു നിൽക്കും. ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാനുള്ള വഴികൾ: നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ വിലമതിക്കുക. പൊതുവെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ കാര്യങ്ങളെ മാത്രമേ നാം വിലമതിക്കാറുള്ളൂ. ഇനി അങ്ങനെയല്ല, ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ പോലും വിലമതിക്കുകയും അതിനെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്ന ശീലം വളർത്തിയെടുക്കുക. ഉദാഹരണത്തിന്, ഇന്നത്തെ നല്ല കാലാവസ്ഥയ്ക്ക് നന്ദിയുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം സമയത്ത് തന്നെ ഡെലിവറി ബോയ് എത്തിച്ചതിന് നന്ദി പ്രകടിപ്പിക്കാം. പരാതികൾ പറയുകയോ ചെയ്യരുത്. എന്തിനും ഏതിനും പരാതി പറയുന്നത് അവസാനിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നത് കാണാം. പരാതികൾക്ക് പകരം നമ്മുടെ മനസ്സ് നന്ദി കൊണ്ട് നിറയട്ടെ. ഇതുവരെ പരിഹാരം ലഭിക്കാതിരുന്ന പല പ്രശ്നങ്ങൾക്കും അപ്പോൾ പരിഹാരമുണ്ടാകും. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അനുഭവപ്പെടാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്കില്ലാത്ത കാര്യങ്ങളിലായിരിക്കും. അതിലാണ് നാം ഏറ്റവും കൂടുതൽ ഊർജം ചെലവഴിക്കുന്നത്. ഇതുവഴി നമുക്ക് കിട്ടുന്നത് നഷ്ടബോധം മാത്രമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഊർജം കളയാതിരിക്കാം. നമ്മുടെ കണ്ണുകൾ തുറന്നേ വയ്ക്കുക. നമ്മുടെ കണ്ണുകൾ തുറന്നാണ് ഇരിക്കുന്നത്, എന്നാൽ കാണേണ്ട പല കാഴ്ചകളും നാം കാണുന്നേയില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളും ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാണാൻ കണ്ണുകൾ തുറന്ന് പിടിക്കുക. നിങ്ങളുടെ അത്ര സൗഭാഗ്യങ്ങളില്ലാത്തവരെക്കുറിച്ച് ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ ഫലമുണ്ടാകാൻ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാകും. ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്ന് വലിയൊരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ ഫലപ്രദമായൊരു ടെക്നിക്കിനെ കുറിച്ചാണ് അടുത്തതായി ഞാൻ പറയുന്നത്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ വളരെ മെച്ചപ്പെട്ട എക്സ്ട്രാ ഓർഡിനറി ജീവിത നിലവാരം ഈ സുഹൃത്ത് ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിലെ നെഗറ്റിവിറ്റി പൂർണ്ണമായും നീക്കി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട മെത്തേഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഇത് വളരെ ലളിതമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്തെടുത്ത് നന്ദി പറയുകയാണ് ഇതിൽ നാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതേ വൈബ്രേഷനിലുള്ള കാര്യങ്ങൾ വീണ്ടും 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 നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതായത് നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കും. ഇതേക്കുറിച്ച് ലൂയിസ് ഹേ തൻ്റെ പുസ്തകമായ ഗ്രാറ്റിറ്റ്യൂഡ് എ വേ ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മനോഹരമായ വരികൾ ശ്രദ്ധിക്കും. നന്ദിയുടെ മനോഭാവമുള്ളത് നന്ദി പറയാനുള്ള കൂടുതൽ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇത് ജീവിതത്തിൽ സമൃദ്ധി വർദ്ധിപ്പിക്കും. ഇതിനായി ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന 10 കാര്യങ്ങൾ എഴുതുക. ഇതിൽ ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ല. നിങ്ങൾക്ക് നന്ദിയോടെ ഓർക്കാൻ കഴിയുന്ന ഏത് കാര്യവും ഇതിൽ ഉൾക്കൊള്ളിക്കാം. അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറയാം. ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തു വയ്ക്കുക. മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് എഴുതാൻ തുടങ്ങുക. എക്സാമ്പിൾ, എൻ്റെ നല്ല ആരോഗ്യത്തിന് നന്ദി എന്ന് എഴുതിയതിന് ശേഷം 3 തവണ നെഞ്ചിൽ കൈവച്ച് നന്ദി, താങ്ക് യു എന്ന് പറയുക. ഓരോ തവണ പറയുമ്പോഴും മനസ്സിൽ നന്ദിയുടേതായ അനുഭവം നിറയണമെന്ന് പ്രത്യേകം ഓർക്കുക.
എൻ്റെ നല്ല സമ്പത്തിന് നന്ദി. 3 തവണ നന്ദി പറയുക. ഓരോ തവണ നന്ദി പറയുമ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ശമ്പളം, വരുമാനം, ബാങ്ക് ബാലൻസ് എന്നിവ മനസ്സിലേക്ക് കൊണ്ടുവരണം. അവ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ നന്ദി പറയുക. 3, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നതിന് നന്ദി. 3 പ്രാവശ്യം നന്ദി പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിൽ കാണും. ഇത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഏത് കാര്യവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നന്ദി പറയാനുള്ള ഏത് കാര്യവും നിങ്ങൾക്ക് ഇതിൽ എടുത്ത് എഴുതാവുന്നതാണ്. ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാം. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ പെർഫെക്റ്റ് ഹെൽത്ത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ വെൽത്ത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബീയിങ് വെരി ഹാപ്പി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെയാണ്, അല്ലെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാം. സ്ഥിരമായി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലുതായി വന്നു തുടങ്ങും. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്കിന്ന് ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ കഴിഞ്ഞു. എന്നാൽ പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുക. ദിവസവും 10 കാര്യങ്ങളെങ്കിലും നിങ്ങൾ നിർബന്ധമായും എഴുതണം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.